എല്ലാവർക്കും നമസ്കാരം. കർക്കടക മാസത്തിൽ കലിയന് കൊടുക്കുക എന്നുള്ള വിഷയമാണ് ഞാനിവിടെ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുന്നത്. കർക്കടക സംക്രാന്തിയുടെ ദിവസം വീടെല്ലാം നമ്മൾ വളരെ ശുചിയാക്കി വയ്ക്കുന്നു, വൃത്തിയാക്കുന്നു എന്നർത്ഥം. 1-ാം തീയതി വരുന്നത് വേദൻ, മഹാദേവനാണ് വേദനായി വരുന്നത്. വേദനും കാലനും കർക്കടക മാസത്തിൽ വരുന്നു എന്ന് സങ്കല്പം. കലത്തിൽ ശ്രീഭഗവതി വെച്ചത് ജ്യേഷ്ഠകളെ തെക്കോട്ടെറിയുന്നു. കലത്തിലാക്കിയിട്ടാണ് അത് എറിയുന്നത്. അതായത് ശ്രീഭഗവതി വരണം, അതാണ് സങ്കല്പം. പ്ലാവിന് ചുറ്റും 3 തവണ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ച് പ്രദക്ഷിണം ചെയ്ത് മൂത്തവരായിട്ടുള്ള വ്യക്തി ഇതിന് നേതൃത്വം നൽകുന്നു. വാഴത്തട കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂട് ആല പോലെ ആക്കി അതിൽ പല പ്ലാവില കൊണ്ട് അതുകൊണ്ട് തന്നെ കോട്ടിയിട്ട് മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി, കാള, പശു ഇതുമാതിരിയുള്ള മൃഗങ്ങളെയൊക്കെ ആക്കി കോട്ടിയെടുത്തിട്ട് പിന്നെ കോണി, ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള കോണി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാർഷിക സംബന്ധമായിട്ടുള്ള ചില സങ്കല്പമാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം അതേപടി, പ്രത്യേകിച്ചൊരു വേറെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു മൺകുടത്തിൽ എടുത്തു കൊണ്ടുപോയി പ്ലാവിൻ്റെ ഇടങ്ങളിൽ വെച്ച് കിണ്ണം മുട്ടിയിട്ടൊക്കെ ജ്യേഷ്ഠാ ഭഗവതി പൊയ്ക്കോ, ശ്രീഭഗവതി വരണം എന്ന് ആർത്തു കൂക്കി വിളിച്ച് ശ്രീഭഗവതിയെ ഉള്ളിൽ ഭവനങ്ങളിൽ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നു. 3 തവണ പ്രദക്ഷിണം വെക്കുന്നു. അതിനുശേഷം അവിടെയുള്ള ചില വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ചേമ്പ്, ഇത് ഇങ്ങനെ കുറേ തൊടികളിൽ ഉണ്ടാവുന്ന ചില ചെടികളൊക്കെ ഉണ്ടാവും, അത് ഓടുമ്പുറത്തേക്ക് വലിച്ചെറിയുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അത് വൃത്തിയാക്കുക എന്നുള്ള സങ്കല്പമാണ്. എന്തായാലും ശ്രീഭഗവതി നമ്മുടെ ഗൃഹങ്ങളിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സങ്കല്പം. മുടിക്കെട്ട്, കറുത്ത ചോറിൻ്റെ ഉരുള, പിന്നെ ചുവപ്പ് ചോറുരുള, വെളുപ്പ് ചോറ് ഉരുള എല്ലാം ഇതിൽ ഈ വാഴത്തോട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞ് വീട്ടിൽ വെക്കും. ഒരു ചെറിയൊരു വീട് പോലെ വാഴത്തോട കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ വീട്, അല്ലെങ്കിൽ ആല എന്നൊക്കെ പറയും. അതിൽ വെച്ചിട്ട് കുറ്റിച്ചൂലും അതിലുണ്ടാവും. പിന്നെ 3 ചൂട്ട് ഒന്നിച്ച് കെട്ടിയിട്ടുള്ള ചൂലും ഇതിൽ ഉണ്ടാകും. ചേട്ടാ ഭഗവതി പോ, ചേട്ടാ ഭഗവതി പോ, ചേട്ടാ ഭഗവതി പോ പോ എന്ന് പറയുന്നു, ഉറക്കൊന്നു. കൂടാതെ വിളിച്ചു പറയുകയാണ് എല്ലാവരും കൂടി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഹ്ലാദത്തിൻ്റെ, അതായത് ഭയങ്കര ചുടലോട് കൂടിയിട്ടാണ് കുട്ടികൾ അതൊക്കെ വിളിച്ചു പറയുന്നത്. പിന്നെ തൂക്കുവിളക്കും ദശപുഷ്പം ഇവയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എടുത്തിട്ട് 3 പ്രദക്ഷിണം ചെയ്തിട്ട് പുഴക്കരയിലോ വളരെ ദൂരെ കാടായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ദൂരേക്ക് പോയിട്ട് പറമ്പിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോയിട്ട് വളരെ വിശാലമായിട്ട് വലിച്ച് എറിയാണ് ചെയ്യുന്നത്. അതായത് ചീത്ത ചേഷ്ടകളൊക്കെ വലിച്ചെറിയാണ്. എന്നിട്ട് തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്നോ മറ്റോ കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തി കുളിക്കുന്നവർ, മിക്കവാറും പണ്ടുള്ളവരൊക്കെ കുളിക്കുമായിരുന്നു. കുളിച്ച് വളരെ ശുദ്ധിയോട് കൂടിയിട്ട് ശ്രീഭഗവതിയെ അകത്തേക്ക് കയറ്റുന്നു എന്നുള്ള സങ്കല്പത്തിൽ വിളക്കും ഇതൊക്കെയായിട്ട് അകത്തേക്ക് കയറി വരുന്നു. ദശപുഷ്പം, അഷ്ടമംഗല്യം ഒക്കെ വേണം ഇതിന്. കറുകമാല തുടങ്ങി ദശപുഷ്പങ്ങൾ മുഴുവൻ ശ്രീഭഗവതിക്ക് വെക്കാനുള്ള സാധനങ്ങൾ മുഴുവൻ ഒരുക്കി വെച്ച് അതേപടി കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് അകത്തേക്ക് വരുന്ന സമയത്ത് ശ്രീഭഗവതി വരൂ വരൂ എന്ന് ഉറക്കെ വിളിച്ചോതുന്നു എല്ലാവരും കൂടി. ചില സ്ഥലത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് കിണ്ണം മുട്ടിയിട്ടൊക്കെയാണ് കയറി വരിക. ആഹ്ലാദത്തിൻ്റെ തിമിർപ്പ് കൂടിയാണ് അന്നേ ദിവസം. തുടർന്ന് കർക്കടക മാസം മുഴുവനും
പുതുതായിട്ട് വെച്ചിട്ടുള്ള ഓരോ ദിവസവും ഈ ദശപുഷ്പങ്ങൾ വെക്കുന്നു, വിളക്ക് കൊളുത്തി വെക്കുന്നു, സന്ധ്യാവന്ദനം ചെയ്യുന്നു, നാമം ജപിക്കുന്നു, കൂട്ടമായിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവതി അകത്തേക്ക് വരുന്ന സമയമാണ്. നമ്മൾ അത്രയ്ക്കും ശുദ്ധിയോട് കൂടിയിട്ട് അതിനെ എതിരേൽക്കുന്നു. എല്ലാവരും കൂടി ഗൃഹങ്ങളിൽ ചുറ്റുവട്ടം ഇരുന്ന് നാമജപം ചൊല്ലുന്നത് കൊണ്ട് ഐശ്വര്യം കുടികയറുന്നു. നമ്മുടെ ഗൃഹങ്ങളിലെല്ലാം നല്ലത് വരുന്നു, നല്ല മനസ്സുണ്ടാകുന്നു, നല്ല നല്ല പുതിയ സങ്കല്പങ്ങളും ഒക്കെയായിട്ട് നമുക്ക് അതിജീവിക്കാൻ ഓരോന്നിനും കഴിയുന്നു എന്നുള്ളതൊക്കെയാണ് ഈ കലിയന് കൊടുക്കുക എന്നുള്ള ഈ സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഭാഗങ്ങളിലും പല മാതിരിയായിരിക്കും, ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നന്ദി, നമസ്കാരം.